ഹെൽത്തി വെയിറ്റ് ലോസ്, നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പ്ലാനിങ്ങോട് കൂടി അമിതഭാരം പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭാരം കൂടാനുള്ള കാരണം എന്താണ്? ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതൊരു ഗ്രാജുവൽ ഓൺസെറ്റ് ആണോ? ഇത് പതുക്കെ നമ്മളുടെ ശരീരത്തിന്റെ താളം തെറ്റുന്നത്. അതെന്താണെന്ന് തിരിച്ചറിയണം. നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് എത്തുന്ന ഗ്ലൂക്കോസ്, അത് അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ, ഇതെല്ലാം തന്നെ ഗ്ലൂക്കോസായി മാറും. പക്ഷേ പൊതുവെ എല്ലാവരും ചെയ്തത് അരിയും കിഴങ്ങും കുറച്ചിട്ട് 15 ചപ്പാത്തിനും 10 പൊറോട്ട തിന്നും. അരിയും കിഴങ്ങും ഗോതമ്പും റവയും മൈദയും എല്ലാം ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്ത് അധ്വാനിക്കുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ എനർജിക്ക് വേണ്ടി എടുക്കുന്നത്. 95% ഗ്ലൂക്കോസും എനർജിക്ക് എടുക്കുന്നത് മസിൽസിനകത്താണ്. ഒരു 5%ഓളാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസൊക്കെ എടുക്കുന്നത്. സോ ഈ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ എനർജി വേണമെങ്കിൽ ഫാറ്റ്, ട്രൈഗ്ലിസറൈഡ്സ് എനർജിക്ക് എടുക്കും. സോ ഈ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനവും വ്യായാമം ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഫാറ്റ് അക്യുമുലേഷൻ, ദുർമേധസ് അടിയുന്നു എന്ന് പഴയ വൈദ്യൻ പറഞ്ഞു. LDL കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഗ്രാജ്വലി വെയിറ്റ് കൂടി കൂടി വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും പതുക്കെ പതുക്കെ കൂടി വരുന്നത്, അത് അതേ റൂട്ടിലൂടെ നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഏറ്റവും ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. റൈറ്റ്? ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറച്ചു, 2 ആഴ്ച കൊണ്ട് 10 കിലോ കുറക്കും എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കണ്ട് നിങ്ങൾ അതിന്റെ പുറകെ പോകും. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും ഇതൊരു ഗ്രാജുവൽ ഓൺസെറ്റ്. നമ്മുടെ വെയിറ്റ് കൂടിക്കൊണ്ട് വന്നത് പതുക്കെ 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 കൂടിക്കൊണ്ട് വരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ബലൂൺ വീർപ്പിക്കണ വീർക്കൊന്നും അല്ലല്ലോ ഇത്. സോ പരസ്യങ്ങളിൽ വിശ്വസിച്ച് അതിന്റെ പുറകെ പോയിട്ട് പല ആൾക്കാരും പോയി കുഴി ചാടും. അങ്ങനെ അല്ലത്. ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. ഈ വെയിറ്റ് കൂടിയത് എല്ലുകൊണ്ടാണോ, ഇറച്ചി കൊണ്ടാണോ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടാണോ, അല്ലെങ്കിൽ കൊഴുപ്പ് കൊണ്ടാണോ? ഇത് മുഴുവൻ കൊഴുപ്പല്ലേ. ഒരു 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആൾക്ക് 60 കിലോ ആണ് ഒപ്റ്റിമം വെയിറ്റ്. 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ 70 കിലോ. 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആള് 100 കിലോ ഉണ്ടെങ്കിൽ 30 കിലോ അമിതഭാരമുണ്ട്. ആ അമിതഭാരം ഫുള്ള് കൊഴുപ്പാണ്. അപ്പൊ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയ വഴി ആ റൂട്ടിലൂടെ നമ്മൾ തിരിച്ചു പോകണം. റൈറ്റ്? ഇനി ഈ കൊഴുപ്പ് എടുത്തു പോകണം. ഇവിടെയാണ് സയൻസ് അല്പം വർക്കൗട്ട് ആകേണ്ടത്. അതായത് ഈ കൊഴുപ്പ് അടിയാനുള്ള കാരണം ഈ ഒബസിറ്റി, അതായത് പൊണ്ണത്തടി. ഈ ഒബസിറ്റിയുടെയും എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെ അടിത്തറ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിന്റെ ജോലി നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസിനെയും മസിൽസിന്റെയും ലിവറിന്റെയും കോശങ്ങളുടെ അകത്തേക്ക് കടത്തിവിടലാണ് ഇൻസുലിന്റെ ജോലി. പക്ഷെ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനം വ്യായാമം ഇല്ലാത്തവർക്ക് എന്ത് പറ്റും? മസിൽസിലെ ഗ്ലൂക്കോസ് എനർജി ആയി പോകുന്നില്ല. ബ്ലഡിലെ ഗ്ലൂക്കോസിന് മസിൽ കയറിപ്പോ സ്ഥലമില്ല. ബ്ലഡിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കടത്തിവിടാൻ പറ്റുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ്. എന്ത് പറ്റും? ദാറ്റ് ഇൻസുലിൻ വിൽ ഡീവിയേറ്റ് ടുവേർഡ്സ്, അത് വഴി തിരിഞ്ഞ് ഫാറ്റ് ഇതിലേക്ക് പോകും, അതായത് ലൈപ്പോജെനസിസിലേക്ക് പോകും. അത് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടാൻ തുടങ്ങും, ലൈപ്പോജെനസിസ്. അപ്പൊ ഇതോടുകൂടി അമിതഭാരം, കൊഴുപ്പ് പതുക്കെ പതുക്കെ ശരീരത്തെ കൂടാൻ തുടങ്ങും. സോ ഈ അടിത്തറ ചിന്തിച്ച് നോക്കാം. ഗ്ലൂക്കോസ് എനർജി ആയിരുന്നെങ്കിൽ ഗ്ലൂക്കോസ് പോലെ എനർജിക്ക് കൊഴുപ്പെടുത്തേനെ. പക്ഷെ ഗ്ലൂക്കോസ് പോലെ എടുത്തില്ല, അതുകൊണ്ടാണ് കൊഴുപ്പ് അടിയാൻ തുടങ്ങുന്നത്. ഗ്ലൂക്കോസ് ഓൾസോ വിൽ ബി കൺവേർട്ടഡ് ടു ഫാറ്റ്, TG. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇതിന് കുറെ മരുന്ന് കൊണ്ടോ ഇതുകൊണ്ടാണോ ഇത് ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കേണ്ടത്? അല്ല പട്ടിണി കിടന്ന് താൽക്കാലികമായിട്ട് കുറക്കും? അതൊന്നും അല്ല വേണ്ടത്. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം. വായു വലിക്കുമ്പോൾ വായു, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം. ശരീരത്തിലുണ്ട് എല്ലാ ന്യൂട്രിയൻസും കിട്ടും ഭക്ഷണത്തിലൂടെയാണ്. സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം. അവിടെ നമ്മൾ അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ, വറുത്തത്, പൊരിച്ചത്, കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവരികയും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങൾ കൂട്ടി കൊണ്ടുവന്ന് ഗ്രാജുവൽ മുട്ട, പാല്, ഇറച്ചി ആവശ്യത്തിന് കഴിക്കാം. പക്ഷെ അത് തന്തൂറ്, ബാർബിക്യൂ പോലുള്ള പ്രിപ്പറേഷൻസിലേക്ക് പോകണം. തന്തൂറ്, ബാർബിക്യൂ പോലുള്ള പ്രിപ്പറേഷൻസിലേക്ക് പോവുക, കറികളിലേക്ക് പോവുക. അധികം വറുത്തതും പൊരിച്ചതും കൊഴുപ്പുള്ളതും ഒഴിവാക്കൽ മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഒരു പ്രത്യേക പ്ലാനിങ്ങോടുകൂടി ശരീരത്തിൽ മുഴുവൻ മസിൽസും ഇൻവോൾവ് ചെയ്തുകൊണ്ട് എല്ലാ മസിലിൽ നിന്നും ഗ്ലൂക്കോസും ഫാറ്റും ബേൺ ഔട്ട് ആക്കുക. ഗ്രാജുവലി ബ്ലഡിൽ നിന്ന് എല്ലാ മസിലേക്ക് ഗ്ലൂക്കോസും ഫാറ്റും പോകുന്നതോടുകൂടി അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എടുത്തെടുത്ത് പോകാൻ തുടങ്ങുന്നു. റൈറ്റ്? അതിന്റെ പുറകെ അന്നന്ന് കഴിച്ച ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിക്ക് എടുത്തു കഴിഞ്ഞാൽ
ഇനി നമ്മൾ അല്പം കൂടെ മുകളിലേക്ക് വ്യായാമം പോകുന്നു, അത് വല്ലാതെ കൂടുതൽ വ്യായാമം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലഡ് ഷുഗർ 90 താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഒരിക്കും ഭയങ്കര, നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റില്ല, ടയർഡ് വിൽ ബി ടയർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. വളരെ പ്ലാനിങ്ങോടുകൂടി സ്ലോ ആൻഡ് സ്റ്റഡി എക്സസൈസ്. ഇൻ ബിറ്റ്വീൻ ബ്ലഡ് ഷുഗർ ലോ പോയി കഴിയുമ്പോഴാണ് ഫാറ്റ് എടുക്കുക ശരിക്കുക. ബ്ലഡ് ഷുഗർ 90ക്ക് താഴെ പോകുമ്പോഴാണ് ശരിക്കും പാൻക്രിയാസ് ഗ്ലൂക്കോൺ വരുന്നതും ട്രൈഗ്ലിസറൈഡ്സിനെ കട്ട് ഡൗൺ ചെയ്ത് 3 ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി കൊടുത്തിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കുന്നത്. സോ ആ പ്രിപ്പറേഷൻ നടത്തുന്ന ആള് ഗ്ലൂക്കോൺ ആണ് ശരിക്കും. സോ ബ്ലഡ് ഷുഗർ 90 താഴെ പോകുമ്പോഴാണ് ശരിക്ക് പാൻക്രിയാസിൽ ആൽഫാസിൽ നിന്ന് ഗ്ലൂക്കോൺ വന്നിട്ട് കൊഴുപ്പെടുക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ 90 താഴെ പോകുമ്പോൾ നമുക്ക് വ്യായാമം ചെയ്യാനുള്ള എനർജി ഉണ്ടാവുകയില്ല. അപ്പൊ ഇവിടെയാണ് ഒരു സയൻസ് വർക്കൗട്ട്. ഇതാണ് ഞാൻ ചെയ്യുന്ന സയൻസ്. ഇവിടെയാണ് ഞാൻ ആൽഫ സെൽസിനെയും ബീറ്റാ സെൽസിനെയും സ്റ്റിമുലേറ്റ് ചെയ്ത് എടുത്തിട്ട് പാൻക്രിയാസ് നോർമൽ ആകുന്ന തരത്തിലുള്ള കൺസെപ്റ്റ്, മടിപിടിച്ചുറങ്ങി കിടക്കുന്ന പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലും ഗ്ലൂക്കോസും ഫാറ്റും മിക്സ് ചെയ്ത് ബേൺ ഔട്ട് ചെയ്ത് ഗ്രാജുവൽ വെയിറ്റ് ലോസ്. അതങ്ങനെ പോകുന്ന കൂട്ടത്തിൽ മാക്സിമം സ്ലോവില് ഫാറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ കൂടാനുള്ള എക്സസൈസ്, കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ബ്ലഡ് ഫ്ലോ കൂടാനുള്ള പ്ലാനിങ് കൂടിയിട്ട് എക്സസൈസ്, കാർഡിയക് എക്സസൈസ്, ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുക, എല്ലാ മസിൽസ് ഉപയോഗിച്ച് മസിൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് മാക്സിമം ബേണിങ് ഔട്ട്. അപ്പൊ ബ്ലഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഗ്ലൂക്കോസ് ഫാറ്റ് എടുത്തു പോകും. അല്ലാതെ വാക്കിംഗ് എന്ന് പറയുന്നത് കുഞ്ഞിപ്പിള്ളി 2 പല്ലു തേക്കുന്ന പ്രഹസനം കൊണ്ടൊന്നും വെയിറ്റ് ലോസ് ഒന്നും സാധ്യമല്ല, അല്ലെങ്കിൽ പട്ടിണി കിടക്കണം. സോ ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട്, പ്ലാനിങ്ങോടുകൂടിയുള്ള വ്യായാമങ്ങൾ ആസ്വദിച്ച് ചെയ്തുകൊണ്ട്, ജീവിതം ആസ്വദിച്ചുകൊണ്ട് ഓരോ ദിവസം ഇത് ഒരു ദിവസത്തെ കാര്യമായിട്ടാണ്. നാളെ തന്നെ വെയിറ്റ് കുറച്ചിട്ട് എന്താ എവിടെയെങ്കിലും പ്രത്യേകിച്ച് പോകാനുണ്ടോ നമുക്ക്? സോ ഗ്രാജുവലി കയറി വന്ന വെയിറ്റിനെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. ഇനി എത്ര നാൾ ബാക്കിയുണ്ട്? മധ്യാഹ്നമെല്ലാം കഴിഞ്ഞ സായനത്തിലേക്ക് അടുത്തോടെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇനി വെയിറ്റ് കൂടുന്തോറും അത് അടിയിൽ കൂടുന്ന ഫാറ്റാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ രക്തക്കൊല്ലിലെ ബ്ലോക്കുകളായിരിക്കും എന്ന് ചിന്തിക്കുക. ആ ബ്ലോക്കുകൾ വലുതായിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം രക്തോട്ടം കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ പുറത്ത് കാണുന്ന കൊഴുപ്പോ വെയിറ്റ് ഗെയിനോ മാത്രമല്ല കാണേണ്ടത്, അകത്തടിഞ്ഞുകൂടുന്ന ഡൂർമേറ്റ്സ്, ബാഡ് കൊളസ്ട്രോൾ, ബ്ലോക്കുകൾ, മുരിങ്ങാക്കോല് പോലെയുള്ള രക്തക്കൊള്ളിന്റെ ഭിത്തിയിലെ മുഴകൾ, ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ഒരു ഗ്രാജുവൽ വെയിറ്റ് ലോസ് ആണ് നമുക്ക് ഭാവിയിലേക്ക് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയുക. ഇത് ലൈഫിൽ പ്രാവർത്തികമാക്കുക. അതാണ് സ്ഥായിയായ ഒരു ചികിത്സ. അല്ല താൽക്കാലിക ഷോർട്ട് റെമഡീസിന്റെ പുറകെ പോയിട്ട് പലരും പല വഴികളിലും ചാടാറാണ് പതിവ്. ഓക്കെ.